നമസ്കാരം. വിഭജന ഭീതി ദിനമായി ഭാരതം ആചരിക്കുന്ന ഓഗസ്റ്റ് 14 പാകിസ്ഥാന് കനത്ത തിരിച്ചടി. ഭീകരതയെയും വിഭജനത്തെയും കൂട്ടുപിടിച്ച് രൂപീകരിച്ച രാജ്യമെന്ന് ആഭ്യന്തരമായ തകർച്ചയുടെ വക്കിലാണെന്ന് ബലൂചിസ്ഥാനിലെ പ്രതിഷേധങ്ങൾ വിളിച്ചു പറയുന്നു. 1947 മതപരമായ അജണ്ടകളോടെ ഇന്ത്യയെ വിഭജിക്കാൻ കൂട്ടുനിന്നവർക്കിന്ന് സ്വന്തം അതിർത്തിക്കുള്ളിൽ സമാധാനം നിലനിർത്താൻ കഴിയുന്നില്ല എന്നത് ചരിത്രത്തിൻ്റെ കാവ്യനീതി തന്നെയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനത്തിന് കാരണമായ 1947 വിഭജനം കോൺഗ്രസ് പാർട്ടി നേതൃത്വം അനാസ്ഥയോടെ കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരും ചോരയും വീണ ആ മണ്ണിന്നും കലുഷിതമാണ്. പാകിസ്ഥാൻ അതിൻ്റെ വിമോചന ദിനത്തിൽ ആഘോഷങ്ങൾ നടത്തുമ്പോൾ സ്വന്തം അതിർത്തിക്കുള്ളിലെ ബലൂച്ച് ജനത കരിദിനം ആചരിക്കുന്നത് അവരുടെ ഭരണത്തിൻ്റെ പരാജയം തന്നെയാണ്. ഒരു രാഷ്ട്രം നിർമ്മിക്കപ്പെട്ടത് വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൻ്റെ അവസാനം അശാന്തിയിലായിരിക്കുമെന്ന് പാകിസ്ഥാൻ്റെ അവസ്ഥ തെളിയിക്കുന്നു. നമ്മൾ ഭാരതീയർ ഇന്ന് ഒത്തൊരുമയോടെ വികസിത ഭാരത് കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ ആഭ്യന്തര ഭീകരതയിൽ മുങ്ങിത്താഴുകയാണ്. 1947 ഓഗസ്റ്റ് 14 മതപരമായ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട പാകിസ്ഥാൻ ഇന്നും ഭീകരവാദത്തിൻ്റെയും അസ്ഥിരതയുടെയും പ്രതീകമായി തുടരുകയാണ്. നമ്മുടെ ഭാരതം ഈ ദിനത്തെ വിഭജന ഭീതി സ്മരണാ ദിനമായി ആചരിക്കുമ്പോൾ അതിലൂടെ ചരിത്രത്തിൻ്റെ പാഠങ്ങൾ നാം ഓർമ്മപ്പെടുത്തുകയാണ്. അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങൾ മൂലം ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും മുസ്ലിങ്ങളും സ്വന്തം മണ്ണിൽ നിന്ന് അഭയാർത്ഥികളാക്കപ്പെടുകയും അതിദാരുണമായ കൊലപാതകങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് ചരിത്രത്തിൻ്റെ ആ മുറിപ്പാടുകൾ വിസ്മരിക്കപ്പെടരുത് എന്ന നിശ്ചയത്തോടെ തന്നെയാണ്. വിഭജനത്തിന് ആധാരമായ മതപരമായ വിഭാഗീയത എത്രമാത്രം അപകടകരമാണെന്നും അതിന്നും അയൽരാജ്യങ്ങളെ എങ്ങനെ വേട്ടയാടുന്നുവെന്നും ലോകം കാണുന്നുണ്ട്. പാകിസ്ഥാൻ രൂപീകരണത്തിൻ്റെ ആദ്യ നാൾ മുതൽ അവർ ഇന്ത്യക്കെതിരായ ഭീകരവാദം ഒരു രാഷ്ട്ര നയമായി സ്വീകരിച്ചു. എന്നാൽ ഇന്ന് അതേ ഭീകരത സ്വന്തം മണ്ണിൽ ബലൂചിസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭാരതം വികസനത്തിൻ്റെ പാതയിൽ കുതിക്കുമ്പോൾ വെറുപ്പിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തിയ പാകിസ്ഥാൻ തകർച്ചയുടെ പാതയിലാണെന്നതാണ് സത്യം. ബലൂചിസ്ഥാനിൽ ഇന്ന് നടക്കുന്ന പ്രതിഷേധങ്ങൾ പാകിസ്ഥാൻ്റെ പതനത്തിൻ്റെ തുടക്കം മാത്രമാണ്. സ്വന്തം സംസ്കാരത്തെയും ചരിത്രത്തെയും പാകിസ്ഥാൻ സൈന്യം അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഉയർന്ന ശബ്ദങ്ങൾ അടിച്ചമർത്താൻ കഴിയാത്തത്ര ശക്തമായി കഴിഞ്ഞു. 9000 വർഷത്തെ സാംസ്കാരിക പാരമ്പര്യമുള്ള ബലൂച്ച് ജനത പാകിസ്ഥാൻ്റെ അധിനിവേശത്തെ തള്ളിക്കളയുന്നു എന്നത് ശ്രദ്ധേയമാണ്. പാക് ഭരണകൂടം തോക്കിൻ മുനയിൽ ഭരണം നടത്താൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെയും മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങുന്നു. ഇതിനെ വെറുമൊരു പ്രാദേശിക പ്രതിഷേധമായി കാണാനാവില്ല. വർഷങ്ങളായി അവർ നേരിടുന്ന വംശഹത്യയ്ക്കും അവഗണനയ്ക്കുമെതിരെയുള്ള വിപ്ലവമാണിത്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആക്രമണങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും പോലും കൊന്നെടുക്കുമ്പോൾ ആ രാഷ്ട്രത്തിന് ഇനിയൊരു നിലനിൽപ്പില്ല എന്ന് ലോകം തിരിച്ചറിയുന്നു. ഒരു ജനാധിപത്യ രാജ്യമായി സ്വയം അവകാശപ്പെടുന്ന പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളാണ്. ഈ ഒരു കരിദിനം പാകിസ്ഥാൻ ഭരണകൂടത്തിന് നൽകുന്ന സന്ദേശം വളരെയധികം വ്യക്തമാണ്. ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അധികാരം നിലനിർത്താമെന്ന മോഹം അധികകാലം നടക്കില്ല. ടർബത്തിലും ഹർനായിലും പോലീസ് സ്റ്റേഷനുകൾ തകർക്കപ്പെടുമ്പോൾ അത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് ലഭിക്കുന്ന നേരിട്ടുള്ള തിരിച്ചടി കൂടിയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി പോലുള്ള സംഘടനകൾ പാക് സൈന്യത്തിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അവിടെയുള്ള ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടിൻ്റെ തെളിവ് കൂടിയാണ്. സ്വന്തം മണ്ണിൽ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്ര ഒരു രാജ്യത്തിന് അയൽ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ മാത്രമേ കഴിയൂ. പാക് സൈന്യം ബലൂച്ച് ജനതയെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പലതും ഭാരതത്തിന് നേരെ ഉപയോഗിക്കാൻ അവർ പദ്ധതിയിടുന്നു. എന്നാൽ ഇന്ന് ആ ആയുധങ്ങൾ അവരുടെ നേർക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു. ഭാരതം ഒരു ശക്തമായ രാഷ്ട്രമായി വളരുമ്പോൾ ശത്രുക്കൾ തങ്ങളുടെ അസ്ഥിരതയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ ഒരു കരിദിനം ബലൂച്ച് ജനതയുടെ പോരാട്ട വീര്യത്തിൻ്റെ അടയാളമായി മാറിയിരിക്കുന്നു. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും അടിത്തറ അതിൻ്റെ ജനങ്ങളുടെ ആത്മവിശ്വാസവും സംസ്കാരവുമാണ്. എന്നാൽ പാകിസ്ഥാന് സ്വന്തം ചരിത്രത്തെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സൈനികാധിപത്യവും ഭീകരതയും ബലൂചിസ്ഥാനിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ബലൂചിസ്ഥാനിൽ കരിങ്കൊടികൾ ഉയരുമ്പോൾ അത് പാക് ഭരണകൂടത്തിന്റെ മേൽ വീഴുന്ന കനത്ത പ്രഹരം കൂടിയാണ്. ഒരു രാഷ്ട്രം അതിൻ്റെ പൗരന്മാരെ കൊല്ലുകയും അടിച്ചമർത്തുകയും ചെയ്യുമ്പോൾ ആ രാഷ്ട്രത്തിന് ധാർമ്മികമായ അസ്തിത്വം നഷ്ടപ്പെടുന്നു. ഇത് പാകിസ്ഥാന്റെ കാര്യത്തിൽ പൂർണ്ണമായും ശരിയാണ്. ലോകരാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഭീകരമുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഭാരതം സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ പാകിസ്ഥാൻ
പാകിസ്ഥാൻ അതിൻ്റെ മതപരമായ അസഹിഷ്ണുതയിൽ തകർന്നടിയുകയാണ്. നമ്മുടെ സർക്കാർ ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ തകർച്ചയിലേക്കുള്ള വേഗത വർദ്ധിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവർ നടത്തുന്ന ആഘോഷങ്ങൾ വെറും തട്ടിപ്പാണെന്ന് ബലൂചിസ്ഥാനിലെയും മറ്റ് പാക് അധിനിവേശ പ്രദേശങ്ങളിലെയും പ്രക്ഷോഭങ്ങൾ തെളിയിക്കുന്നു. പാകിസ്ഥാന്റെ സൈന്യം ജനങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഭീകരമായ രീതികൾ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരമ്പരയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഭാരതം സ്വീകരിച്ച വിഭജന ഭീതി സ്മരണാ ദിനം എന്ന തീരുമാനം അത്യന്തം പ്രസക്തമാണ്. ചരിത്രത്തെ മറക്കുന്നവർക്ക് അത് ആവർത്തിക്കപ്പെടേണ്ടി വരും എന്ന ഒരു പാഠമാണ് ഈ ദിനം നമ്മളെ പഠിപ്പിക്കുന്നത്. പാകിസ്ഥാൻ രൂപീകരണത്തിന്റെ ദുരന്തം ഇന്നും കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നു. എന്നാൽ ആ വിഭജനത്തിന്റെ ഭീകരതയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാരതം ഇന്ന് വലിയൊരു ഉയർച്ചയുടെ പാതയിലാണ്. പാകിസ്ഥാൻ ഒരു പാഠമായി നിലകൊള്ളുമ്പോൾ ഭാരതം ഒരു മുന്നേറ്റമായി ലോകത്തിന് മുന്നിൽ നിലനിൽക്കുന്നു. ബലൂചിസ്ഥാനിലെ ജനത ഇന്ന് ഒറ്റപ്പെട്ട പോരാളികളല്ല, മറിച്ച് അടിച്ചമർത്തപ്പെടുന്ന ദശലക്ഷങ്ങളുടെ ശബ്ദമാണ്. അവരുടെ കരിദിനം ആചരണം പാകിസ്ഥാന്റെ ഭൂപടത്തിൽ വിള്ളലുകൾ വീണിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്. പാക് സൈന്യത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. ഭാരതീയർ ഈ പ്രതിഷേധത്തെ ഒരു ജനാധിപത്യപരമായ മുന്നേറ്റമായി കാണുന്നു. പാകിസ്ഥാൻ രൂപീകരിച്ചതു മുതൽ അവർ കാണിച്ച അസഹിഷ്ണുത ഇന്ന് ബലൂചിസ്ഥാനിലും സിന്ധിലുമെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. ഭാരതത്തിനെതിരെയുള്ള നിഴൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം അവർ തകർന്നിരിക്കുന്നു. സ്വന്തം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാത്ത ഒരു രാഷ്ട്രത്തിന് മറ്റുള്ളവരെ ഉപദേശിക്കാൻ അർഹതയില്ല. ബലൂച്ച് ജനതയുടെ പോരാട്ടം അവരുടെ ആത്മവീര്യത്തിന്റെ തെളിവ് കൂടിയാണ്. ഈ ഒരു സ്വാതന്ത്ര്യ ദിനം പാകിസ്ഥാൻ അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ദിവസമാണ്. ചരിത്രം ആവർത്തിക്കപ്പെടുന്നത് ചിലപ്പോൾ നല്ലതിനായിരിക്കും. 1947 ഇന്ത്യയിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർ ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ടാകാം. കാരണം വിഭജനത്തിന്റെ ഫലമായി പാകിസ്ഥാനിലുണ്ടായ അസ്ഥിരത ഇന്നും മാറാതെ നിൽക്കുന്നു. BJP സർക്കാർ എപ്പോഴും ഊന്നൽ നൽകുന്നത് സാംസ്കാരിക ദേശീയതയ്ക്കും ജനങ്ങളുടെ ഉന്നമനത്തിനുമാണ്. എന്നാൽ പാകിസ്ഥാനിൽ ഊന്നൽ നൽകുന്നത് സൈനിക ശക്തിക്കും മതപരമായ തീവ്രവാദത്തിനുമാണ്. ഈ രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസം ഇന്ന് വ്യക്തവുമാണ്. ഒരു വശത്ത് ഭാരതം ചന്ദ്രനിലേക്കും വികസനത്തിന്റെ കൊടുമുടികളിലേക്കും കുതിക്കുമ്പോൾ മറുവശത്ത് പാകിസ്ഥാൻ ആഭ്യന്തര കലാപങ്ങളിലും സാമ്പത്തിക തകർച്ചകളിലും പെട്ടുഴലുന്നു. ബലൂചിസ്ഥാനിലെ കരിദിനം പാകിസ്ഥാന്റെ ഭരണകൂടത്തിന് വലിയൊരു താക്കീതാണ്. ഇനിയെങ്കിലും അവർ ഭീകരവാദം ഉപേക്ഷിച്ച് ജനങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചില്ല എങ്കിൽ പാകിസ്ഥാന്റെ ഭൂപടം കൂടുതൽ ചുരുങ്ങും. പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾക്കും വെടിവയ്പ്പുകൾക്കും എതിരെ ഉയരുന്ന ശബ്ദങ്ങൾ ഒരു കാലത്ത് അവിടെയുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു. എന്നാൽ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി പോലുള്ള ഗ്രൂപ്പുകൾ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ പാക് സൈന്യത്തിൻ്റെ ധാർഷ്ട്യത്തിന് ലഭിക്കുന്ന മറുപടി കൂടിയാണ്. നമ്മൾ ഭാരതീയർ ഇത്തരം സംഭവങ്ങളെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം അയൽരാജ്യത്തെ അസ്ഥിരത നമ്മുടെ സുരക്ഷയെയും ബാധിക്കുന്നുണ്ട്. വിഭജന കാലത്ത് നടന്ന ആ അതിഭീകരമായ കൊലപാതകങ്ങളും പലായനങ്ങളും ഇന്നും നമ്മുടെ ഓർമ്മകളിൽ നീറുന്നുണ്ട്. അന്ന് നടന്ന തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കണം. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പതനം അവർ സ്വയം വരുത്തിവെച്ചതാണ്. അഹിംസയുടെ വഴിയിൽ ഭാരതം മുന്നേറുമ്പോൾ ഹിംസയുടെ പാതയിൽ പാകിസ്ഥാൻ സ്വയം നശിക്കുകയാണ്. ബലൂചിസ്ഥാനിലെ കരിദിനമാചരണം പാക് ഭരണകൂടത്തിന്റെ നെറുകയിലടിക്കുന്ന പ്രഹരം തന്നെയായിരുന്നു. ഓഗസ്റ്റ് 14 ഭാരതം വിഭജനത്തിന്റെ ഭീകരതയെ അനുസ്മരിച്ചപ്പോൾ പാകിസ്ഥാൻ അതിന്റെ തെറ്റായ തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു. ചരിത്രം എപ്പോഴും സത്യത്തിന്റെ പക്ഷത്താണ്. ഭാരതത്തിന്റെ ഉയർച്ചയും പാകിസ്ഥാന്റെ തകർച്ചയും ഇതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ്. ഇനിയെങ്കിലും പാകിസ്ഥാൻ ഭീകരതയെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എങ്കിൽ അവരുടെ പതനം പൂർണ്ണമാകും. ബലൂചിസ്ഥാൻ ജനതയുടെ പോരാട്ടങ്ങൾക്ക് ഭാരതത്തിന്റെ പിന്തുണയുമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിനായുള്ള മുറവിളി ലോകം കേൾക്കുന്നുമുണ്ട്. ഈ ഓഗസ്റ്റ് 14 പാകിസ്ഥാന്റെ കറുത്ത ചരിത്രത്തിലെ മറ്റൊരു അധ്യായമായി മാറിക്കഴിഞ്ഞു. ഭീകരതയെയും വിഭജനത്തെയും ആയുധമാക്കിയ പാക് ഭരണകൂടത്തിന് ബലൂചിസ്ഥാനിലെ ജനത നൽകിയ തിരിച്ചടി ചരിത്രപരമായ ഒന്ന് തന്നെയാണ്. സ്വന്തം പൗരന്മാരെ തോക്കിന് മുന്നിൽ നിർത്തുന്ന ഒരു രാഷ്ട്രത്തിന് അധികകാലം നിലനിൽക്കാനാവില്ല എന്ന് ഈ ഓഗസ്റ്റ് 14 തെളിയിക്കുന്നു. ഭാരതം ഇന്ന് വികസനത്തിന്റെ പാതയിൽ ഒരു വൻശക്തിയായി വളരുമ്പോൾ അയൽരാജ്യം സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളിലും കലാപങ്ങളിലും പെട്ട് ഉഴലുകയാണ്. വിഭജനത്തിന്റെ പാപഫലം അനുഭവിക്കുന്ന പാകിസ്ഥാൻ ഇനിയെങ്കിലും ഭീകരതയുടെ പാത ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ വഴി സ്വീകരിക്കാൻ തയ്യാറാകണം. ചരിത്രം അവരെ പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് തള്ളിക്കളയുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. ഈ ഒരു സ്വാതന്ത്ര്യദിനം പാകിസ്ഥാന് വരാനിരിക്കുന്ന പതനത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണ്. ഭാരതം അതിന്റെ മഹത്തായ പാരമ്പര്യവുമായി മുന്നോട്ട് കുതിക്കുമ്പോൾ പാകിസ്ഥാൻ അതിന്റെ വിനാശകരമായ ആശയങ്ങളുമായി തകർന്ന് താഴുകയാണ്. ഇതാണ് സത്യം, ഇതാണ് ചരിത്രം. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.